ഇപ്പോൾ അബ്ദുൾ റഹീമിൻ്റെ വീട്ടിൽ നിന്ന് ചേതൻ കൂടി ചേരുന്നുണ്ട്. ചേതൻ അബ്ദുൾ റഹീമിൻ്റെ വീട്ടിലാണെന്ന് കരുതുന്നു. അവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലായിരിക്കും. അബ്ദുൾ റഹീമിൻ്റെ ഉമ്മ 20 വർഷത്തിന് ശേഷം തൻ്റെ മകനെ കാണാനായി കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നല്ലൊരു ദിവസം കൂടിയാണ്, ബലിപ്പെരുന്നാൾ ദിവസം കൂടിയാണ്. അങ്ങനെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദിനത്തിൽ തന്നെയാണ് അബ്ദുൾ റഹീം എത്തുന്നു എന്നൊരു സവിശേഷത കൂടിയുണ്ട്. അതെ അവന്തിക, ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിനം തന്നെയാണ് ഇന്ന് എന്ന കാര്യത്തിൽ തർക്കമില്ല. ബലിപെരുന്നാൾ ദിവസമാണ്. വിശ്വാസികളെ സംബന്ധിച്ചോളം വളരെ ഉത്തമമായ ഒരു ദിവസമാണ്. ഞാനിപ്പോൾ അവന്തിക സൂചിപ്പിച്ച പോലെ തന്നെ അബ്ദുൾ റഹീമിൻ്റെ വീട്ടിൻ്റെ മുൻവശത്തു നിന്നാണ് നമ്മളിപ്പോൾ ഉള്ളത്. അബ്ദുൾ റഹീമിൻ്റെ വീടാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 2006 നവംബർ മാസം തൻ്റെ 24-ാം വയസ്സിലാണ് അദ്ദേഹം അബ്ദുൾ റഹീം ജോലിക്കായി സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. ഈ വീട് നിലവിൽ ഇപ്പോൾ ഈ വീട് ഉപയോഗിക്കുന്നില്ല. ബന്ധുക്കളൊക്കെ തൊട്ടടുത്ത മറ്റൊരു വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ഉമ്മയും ഇപ്പോൾ അവിടെ താമസിക്കും. എന്നിരുന്നാൽ കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് അബ്ദുൾ റഹീം വന്നാൽ ആദ്യം ഈ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് കുടുംബാംഗങ്ങളുടെ തീരുമാനം. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയോട് അടുക്കുന്നു. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇവിടെ വീട്ടിൽ കുടുംബാംഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. സമയം കൂടുന്തോറും നാട്ടുകാരും ബന്ധുക്കളും ഓരോന്നായി ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിലാണ് ഇപ്പോൾ കഴിഞ്ഞ 4 വർഷമായി അബ്ദുൾ റഹീമിൻ്റെ ഉമ്മ താമസിക്കുന്നത്. അബ്ദുൾ റഹീമിൻ്റെ സഹോദരൻ്റെ വീടാണ്. ഇവിടെയാണ് ഉമ്മ ഫാത്തിമ നിൽക്കുന്നത്. 6 മക്കളിൽ ഇളയ ആളാണ് അബ്ദുൾ റഹീം. ഇപ്പോൾ ഈ കുടുംബങ്ങളെല്ലാം അബ്ദുൾ റഹീമിനെ വരവേൽക്കുന്ന കാഴ്ചയാണ്. മധുര പലഹാരങ്ങളും ബ്രേക്ക്ഫാസ്റ്റും ഒരുക്കി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കാനുള്ളത് അബ്ദുൾ റഹീമിൻ്റെ സഹോദരൻ നസീറാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. കഴിഞ്ഞ 20 വർഷമായി പെരുന്നാൾ നിങ്ങൾക്കുണ്ടായി. അതൊരു സങ്കടത്തിൽ മുങ്ങിയ ഒരു പെരുന്നാളാണ്. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. എന്താണ് ഇപ്പോൾ റഹീം കരിപ്പൂർ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ആദ്യ പ്രതികരണം? ഈ പെരുന്നാൾ 20 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ പെരുന്നാളൊക്കെ കഴിഞ്ഞു പോയെന്നല്ല. ഇപ്പം പെരുന്നാൾ നമ്മളെല്ലാവരും കൂടെ കൂടി ആഘോഷിക്കാൻ പോവുകയാണല്ലോ. അവനടക്കം നിങ്ങളും എല്ലാവരും സമൂഹം ഒന്നായിട്ട് ഒരു സന്തോഷം. 20 വർഷം നമ്മൾ ആ ദുഃഖം എന്താ പറയുക മാറ്റി വെച്ചിട്ടുള്ള ഒരു ജനകീയമായിട്ടുള്ള ഒരു ആഘോഷമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവനിപ്പം ഏകദേശം അരമണിക്കൂർ എത്തുന്നുള്ളതാണ് എനിക്ക് കിട്ടുന്നത്. പ്ലേറ്റ് താന്നിട്ടുണ്ട്, പക്ഷേ പുറത്തേക്ക് വന്നിട്ടില്ല. ഏതായാലും എല്ലാവരോടും ഈ വിഷയത്തിലേക്ക് നന്ദി, കടപ്പാട് എല്ലാം അറിയിക്കുകയാണ്. ലോക മലയാളികളൊക്കെ ഒരു കൈകൂപ്പി റിയൽ കേരള സ്റ്റോറി എന്ന തരത്തിൽ വലിയൊരു ക്രൗഡ് ഫണ്ട് ഉണ്ടാക്കി വലിയൊരു ലക്ഷ്യമാണ് മലയാളികൾ ഒന്നടങ്കം കൊണ്ട് കൈവരിച്ചത്. എന്താണ് അതിൽ പറയാനുള്ളത്? അതിലൊന്നും പറഞ്ഞില്ല, ലോക ജനത എന്ന് പറയാം. മലയാളികൾ മാത്രമൊന്നും പറയുന്നില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്തു നമുക്ക് പറയാൻ നമുക്കറിയില്ലല്ലോ. എല്ലാവരോടും നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ് ഈ സന്തോഷം നമുക്ക് തന്നതിന്. കാരണം റഹീം നമുക്ക് കിട്ടോ ഇല്ല എന്നുള്ള ആ സിറ്റുവേഷനിൽ റഹീം ഇന്ന് നമ്മളെ മണ്ണിലേക്ക് നമ്മളെ വീട്ടിലേക്ക് കാലുകുത്തുകയാണ്. അതിന് എല്ലാവരും ഏറ്റെടുത്തത് കൊണ്ടാണ്. അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും വലിയ കോടികളല്ലേ. എല്ലാവരോടും നന്ദി കടപ്പാട് അറിയിക്കണം. ഉമ്മ സന്തോഷത്തിലാണ്. അവൻ വന്നാൽ അവന് സ്വീകരിക്കാൻ വേണ്ടി എല്ലാം റെഡി ആയി നിൽക്കുകയാണ്. ഉമ്മ അകത്തുണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാവരും ഇവിടെ എല്ലാം റെഡി ആയി നിൽക്കുകയാണ്. തീർച്ചയായും അവന്തിക, ഒരു സഹോദരൻ നസീർ ഇപ്പോൾ തിരക്കിലാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 30 മിനിറ്റിനകം തന്നെ അബ്ദുൾ റഹീം ഇങ്ങോട്ടേക്ക് വരുമെന്നാണ്. ധാരാളം പേർ അബ്ദുൾ റഹീമിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ധാരാളം പേർ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുകയാണ്. ഈ പ്രദേശം ഫറൂഖിലെ കോടമ്പുഴ എന്ന് പറയുന്ന പ്രദേശത്താണ് ഉള്ളത്. ഈ പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അബ്ദുൾ റഹീമിനെ തുറന്ന വാഹനത്തിൽ എത്തിക്കാനാണ് നാട്ടുകാരുടെ അകമ്പടിയോടെ എത്തിക്കാനാണ് ഈ നാട്ടുകാരുടെ തീരുമാനം. ഏതായാലും സമയം ഇപ്പോൾ അബ്ദുൾ റഹീം കരിപ്പൂർ എയർപോർട്ടിൽ എത്തിയതായി നമ്മൾ അറിയുന്നു. വൈകാതെ ഇവിടെ എത്തും എന്ന പ്രതീക്ഷയിലാണ് കുടുംബവും നാട്ടുകാരും. അവന്തിക, ചേതൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു റിയൽ കേരള സ്റ്റോറി തന്നെയാണ്. കാരണം 1-2 ലക്ഷമല്ല, 34 കോടി രൂപയാണ് കേരള ജനത സമാഹരിച്ച അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി നൽകിയത്. കേരള ജനതയ്ക്കു കൂടി അർഹതപ്പെട്ടതാണ് ഈ സന്തോഷം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ 20 വർഷമായിട്ട് അവർ പെരുന്നാൾ ആഘോഷിക്കുന്നില്ല. പക്ഷേ ഇന്നൊരു സന്തോഷപരമായ ദിവസമാണ്. അതും പെരുന്നാൾ ദിനം തന്നെ അബ്ദുൾ റഹീം നാട്ടിലേക്ക് എത്തുന്നു, വീട്ടിലേക്ക് വരുന്നു. അദ്ദേഹത്തെ വരവേൽക്കാനായി വലിയ ആഘോഷമാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത്. ഇപ്പോൾ നമുക്കവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ വലിയൊരു ആൾക്കൂട്ടം തന്നെ ഉണ്ടല്ലേ?
തീർച്ചയായും വലിയ ഒരാൾക്കൂട്ടം തന്നെയുണ്ട്. എല്ലാവരും രാവിലെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇനിയും മിനിറ്റുകൾ കഴിയും തോറും ഇങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും അബ്ദുൾ റഹീമിനെ വരവേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണുള്ളത്. നമുക്ക് ഏതായാലും നാട്ടുകാർ തന്നെ ഇവിടെ ചേരുന്നത്. എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനേ, സന്തോഷമുള്ള ഒരു പെരുന്നാളാണ്. നമുക്ക് 20 വർഷമായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഈ നാട്. എല്ലാ വർഷവും ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു അമ്പലങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നൊക്കെ പ്രാർത്ഥനകൾ ഉണ്ടാകുമ്പോൾ ഉമ്മാൻ്റെ കണ്ണീരൊക്കെ കാണുമ്പോൾ നമുക്കും ഈ ഒരു ആഘോഷിക്കാനുള്ള ഒരു അവസരം നാട്ടുകാർക്കും കിട്ടില്ല. ഇപ്പോൾ ഈ ലോക ജനതയുടെ ഒരു സഹായം കൊണ്ട്, എല്ലാവരും കാരുണ്യം കൊണ്ട് ഈ നാടിന് ഇന്നാണ് ശരിക്കും ഒരു വലിയ പെരുന്നാൾ അമ്മാൻ്റെ കൂടെ ആ സന്തോഷത്തോടു കൂടി അതിൻ്റെ കഴിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം. ഞാൻ കൊയിലാണ്ടി ബാദിഷാണ്. കൊയിലാണ്ടിയിൽ നിന്ന് വരികയാണ്. 5 കൊല്ലമായി ഉമ്മാനെ പരിചയപ്പെട്ടിട്ട്. അപ്പോൾ ഉമ്മാനെ കണ്ട് എപ്പോഴും നമ്മൾ സന്തോഷിപ്പിക്കലാണ്. പക്ഷേ ഉമ്മാൻ്റെ കണ്ണീര് ഒപ്പാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അൽഹംദുലില്ലാ ഇന്ന് മാഷാ അല്ലാഹ് ഇന്ന് ഇപ്പോൾ എത്തി. വളരെ സന്തോഷത്തിലാണ്. പെരുന്നാളും 20 വർഷമായി ഉമ്മാൻ്റെ കരുത്ത് കൊണ്ടിട്ടാണ് നമുക്കൊരു കരുത്ത് കിട്ടിയത്. അൽഹംദുലില്ലാ ഇവിടുന്ന് അങ്ങോട്ട് ഉമ്മാക്കും മോനിക്കും നല്ലൊരു സന്തോഷമാക്കി അള്ളാഹ് ഹൈറാക്കി കൊടുക്കട്ടെ. എല്ലാവരും അത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവരും ഈ വഴി കഴിഞ്ഞ 20 വർഷമായി ഇവിടെ പെരുന്നാൾ ആഘോഷിക്കാറുണ്ടെങ്കിലും ഇവിടെ എത്തുമ്പോൾ അത് തീരാത്തൊരു നോവാണ്. ഉമ്മയുടെ അവസ്ഥ അത് നാട്ടുകാർക്കിടയിലും അതുപോലെ തന്നെ കുടുംബത്തിനും ഇടയിൽ വലിയ രീതിയിൽ ഒരു നോവായി ഉണ്ടായിരുന്നു. അതിനൊരു അറുതിയാണ് ഇന്ന് വരുന്നത്. ശുഭകരമായ ദിവസത്തിൽ, വിശുദ്ധ ദിവസത്തിൽ ആ ഒരു അറുതി വന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അബ്ദുൾ റഹീം ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 30 മിനിറ്റിനകം, അരമണിക്കൂറിനകം അബ്ദുൾ റഹീം ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമുക്ക്